സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമന വിവാദം കോൺഗ്രസിന് കുരുക്കാകുമോ? IC ബാലകൃഷ്ണൻ MLAയ്ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനുമെതിരെ ED അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ബാങ്ക് നിയമന കോഴയിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. ഇവർക്കെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വിവരം. കോൺഗ്രസ് നേതാവിന്റെ മകളെ ജോലിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള IC ബാലകൃഷ്ണന്റെ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മകന്റെ ഒഴിവിലേക്കായിരുന്നു ഈ നിയമനം. കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലാണിപ്പോൾ. നിയമനക്കോഴയിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. വയനാട്ടിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ ഈ നിയമന വിവാദം? നേതാക്കൾക്കെതിരെ ഉയരുന്ന ശക്തമായ ആരോപണങ്ങളെ അതിജീവിക്കാൻ പാർട്ടിക്ക് കഴിയും. ഞാൻ ആദ്യം പ്രേമനാണ് 4 ലക്ഷം കൊടുത്തത്. 8 ലക്ഷം രൂപ സീറ്റ് ചെന്നതാണ്. ഈ IC ബാലകൃഷ്ണൻ ഒരു എമർജൻസി മീറ്റിംഗ് ഏർപ്പാട് വെച്ച് കൂടി. അർബൻ ബാങ്കിലെ അപ്പോയിന്റ്മെന്റിൽ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. ഞാൻ ഒളിവിലാണെന്ന് വ്യാജ വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ്. സാനിയോ മനോമിയും AK അഭിലാഷും VS രഞ്ജിത്തും R റോഷിപാലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം സാനിയോ മനോമയിലേക്ക്. സാനിയോ, നിരവധി പരാതികളാണ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ളത്. IC ബാലകൃഷ്ണൻ MLAയ്ക്കും DCC അധ്യക്ഷനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട കത്തുണ്ടല്ലോ, അത് IC ബാലകൃഷ്ണൻ തന്നെ നിയമനത്തിനായി ശുപാർശ നൽകുന്ന ഒരു കത്താണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുള്ള നിരവധിയായ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. നിരവധി പേർ ഈ സമയത്ത് തന്നെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്, നമ്മളോട് ഉൾപ്പെടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ ഏത് രീതിയിലാണ് അന്വേഷണം? കൂടുതൽ പരാതികൾ നൽകാൻ തയ്യാറാകുന്നുണ്ടോ ഈ പണം നഷ്ടപ്പെട്ടവർ? അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളിലൊക്കെയും അന്വേഷണം നടത്തുന്നത് ക്രൈം ബ്രാഞ്ചും അതുപോലെ വിജിലൻസുമാണ്. മൊഴിയെടുക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ED അന്വേഷണം വരുന്നത്. ഏതായാലും കൂടുതൽ പരാതികൾ എന്ന് പറയുമ്പോൾ ആകെ 2 പരാതികളാണ് എഴുതിയ രീതിയിൽ, അതായത് റിട്ടേൺ ആയി 2 പരാതികളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. രണ്ടും ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരാതികളാണ്. അതിലൊന്ന് പത്രോസ് എന്ന് പറയുന്നയാളും രണ്ടാമത് സായൂജ് എന്ന് പറയുന്നയാളുടെയും പരാതിയാണ്. 2 പേരിൽ നിന്നും 35 ലക്ഷത്തിൽ കൂടുതൽ തുക 2 പേരിൽ നിന്നുമായി വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ്. അത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കായിട്ടാണ് വാങ്ങിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് IC ബാലകൃഷ്ണൻ MLAയുമായി അടുത്ത ബന്ധമുണ്ട്. MLAയ്ക്ക് വേണ്ടി തന്നെയാണ് ഇത് വാങ്ങിയതെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഏതായാലും മറ്റു പരാതികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബത്തേരി ഒരു കർഷകൻ ആയിരുന്നു മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നത്. ആ കർഷകൻ പറഞ്ഞിരുന്നത് താൻ 3 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കടം വാങ്ങിയിട്ട് കൊടുത്തു. പക്ഷേ ജോലിയുമില്ല, ഇപ്പോൾ ആ പൈസയുമില്ല. പകരം 3 ലക്ഷം രൂപ കടം വാങ്ങിയെടുത്ത് പലിശയും അതിൻ്റെ കൂട്ടുപലിശയുമായി തൻ്റെ വീട് വരെ വിൽക്കേണ്ടി വന്ന സാഹചര്യം, അങ്ങനെയൊക്കെ പറയുകയുണ്ടായി. അതായത് ബത്തേരി എമ്പാടുമുള്ള ആളുകൾ ഈ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള അർബൻ സഹകരണ ബാങ്കുകൾ, മറ്റ് സഹകരണ ബാങ്കുകൾ, കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെല്ലാം ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവിടത്തേക്ക് ജോലി കിട്ടാതായ ആളുകളും മറ്റും പറയുന്നത്. പക്ഷെ പലരും പരസ്യമായി പരാതിയുമായി മുന്നോട്ടേക്ക് വരുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതായത് പരസ്യമായി പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നുവെങ്കിൽ കേസുകൾ കുറച്ചുകൂടി ബലമായേനെ എന്നുള്ളൊരു സാഹചര്യം, എന്നുള്ളൊരു അവസ്ഥയിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതായത് ഒന്നുകിൽ ഈ പൈസ എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു സംശയം കൊണ്ട് പറയാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കാലത്ത് ബാങ്കിൽ ഒരു ജോലി ഒഴിവ് വരികയാണെങ്കിൽ അത് കിട്ടിയേക്കും എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പറയാതിരിക്കുന്നു. അങ്ങനെ ആളുകൾക്ക് പറയാനൊരു മടിയുണ്ട് എന്നാണ് പോലീസും പറയുന്നത്. ഇന്നലെ IC ബാലകൃഷ്ണന്റെ ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ, ND അപ്പച്ചന്റെ ഇടപെടൽ സംബന്ധിച്ച് കൃത്യമായ സൂചനകളെല്ലാം തന്നെ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിൽ ആരൊക്കെയാണ് നമുക്ക് കൃത്യമായും വ്യക്തമായും IC ബാലകൃഷ്ണന്റെ ഇടപെടൽ സൂചിപ്പിക്കുന്ന തരത്തിൽ രംഗത്തു വന്നിട്ടുള്ളത്? അത്തരത്തിൽ തെളിയിക്കപ്പെടാവുന്ന, അതായത് ഇപ്പോൾ ED ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമനത്തിന് പണം വാങ്ങി എന്ന് വ്യക്തമാക്കുന്ന എന്തൊക്കെ രേഖകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട്? ഇതുവരെ നമ്മൾ പുറത്തുവിട്ട രേഖകൾ 4-ൽ കൂടുതൽ രേഖകളാണ്. അതായത് ഏറ്റവും ആദ്യം പുറത്തുവിട്ടത് ഒരു പീറ്റർ മാസ്റ്ററുടെ രേഖയാണ്. പീറ്റർ മാസ്റ്ററും NM വിജയനും കൂടി ഒപ്പുവെച്ചൊരു രേഖ.
അതിൽ പറയുന്നത് ഈ പണം കൃത്യമായും കൊടുക്കുന്നത് IC ബാലകൃഷ്ണൻ MLAക്ക് വേണ്ടിയാണ്, നിയമനത്തിന് വേണ്ടിയാണ്. ജോലി കിട്ടിയില്ല എങ്കിൽ ഈ പണമോ അല്ലെങ്കിൽ അതിൻ്റെ 7% ഈ പണമോ അല്ലെങ്കിൽ ജോലിയോ എന്നുള്ളതാണ്. ജോലി കിട്ടിയില്ല എങ്കിൽ ഈ പണവും അതിൻ്റെ 7% പലിശയും തിരിച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അതാണ് കൃത്യമായി ഒരു രേഖ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇന്നലത്തെ ശുപാർശ കത്താണ്. ആ ശുപാർശ കത്തിനെ കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ട്. 24 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവരെ നിയമിച്ചത് എന്നുള്ളത്. അതായത് ബത്തേരിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണൻ എന്നയാളുടെ മകളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണൻ തൻ്റെ MLA ആയിരിക്കുന്ന ആ ലെറ്റർ ഹെഡിൽ എഴുതിയിരിക്കുന്ന കത്ത്, ശുപാർശ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതാകട്ടെ ഈ NM വിജയൻ്റെ മകൻ ജിജേഷിനെ ഒഴിവാക്കുന്ന പോസ്റ്റിലേക്കാണ് ഇവർ നിയമിക്കേണ്ടത് എന്നുമുണ്ട്. അതായത് ജിജേഷിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പൈസയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു കോൺഗ്രസ് നേതാവിന് മകളെ 24 ലക്ഷം രൂപ കൊടുത്ത് നിയമിക്കുന്നു. ഈ ഒരു ആരോപണവും വരുന്നുണ്ട്. ഏതായാലും ഈ 2 കത്തുകളായി കിട്ടിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയതെല്ലാം ആത്മഹത്യാക്കുറിപ്പുകളാണ്. അതിൽ പലരുടെയും നിയമനത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഈ കത്തിലും അല്ലെങ്കിൽ രേഖകളിലും അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ പലപ്പോഴും പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്നുള്ള സാഹചര്യമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലി കിട്ടുമോ അല്ലെങ്കിൽ പണം തിരിച്ചു കിട്ടുകയോ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. ശരി, ഏതായാലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കോഴ നൽകിയിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. നിയമനം നൽകുന്നത് സംബന്ധിച്ച് IC ബാലകൃഷ്ണൻ MLAയുടെ ലെറ്റർ പാഡിൽ എഴുതിയ കത്തും പുറത്തു വന്നതാണ്.